പത്രോസ് അപ്പോസ്തലൻ, പൗലൂസ് നമുക്ക് ഉപദേശം തരുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം മനസ്സിലാക്കുക. കീഴ്പ്പെട്ടിരിക്കാനാണ് ദൈവവചനം പറയുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന സഹോദരിമാർ അവരവിടെ പോയി ജോലിയൊക്കെ ചെയ്തു വന്ന് 10 ചക്രം ഉണ്ടാക്കിയ സത്യമായിട്ട് ഞാൻ പറയുന്നു, ഇവരാരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരല്ല. എല്ലാവരും അല്ല, ഒരു ശേഷിപ്പുണ്ട്, അവർ കീഴ്പ്പെടുന്നവരുണ്ട്. ബഹുഭൂരിപക്ഷം കീഴ്പ്പെടത്തില്ല. അച്ഛൻ്റെ കാര്യം നോക്കുക. അച്ഛാന്ന് പറയും, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അച്ഛൻ എന്നെ അധികം ഭരിക്കാനൊന്നും പറയണ്ട, ഞാൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയതാണ്, എൻ്റെ കയ്യിലുമുണ്ട് കാശ്, കൂടുതൽ വിളച്ചിലൊന്നും എടുക്കേണ്ടത് എനിക്കറിയാൻ പറഞ്ഞിട്ടുണ്ട് പലരും. എന്നിട്ട് ഇവിടെ എടുത്ത് പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് പോകുന്നില്ല. സ്തോത്രം. ഇനി അടുത്ത് 5-ാം വാക്യം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. പത്രോസ് എടുത്ത് പറയുക, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ. സാറേന്ന് വിളിക്കുമ്പോൾ സാറ എവിടെ ഇരിക്കും? കൂടാരത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇന്നത്തെ സാറമാരോ അടുത്ത വീട്ടിൽ സീരിയൽ കാണുക, അടുത്ത വീട്ടിൽ പോയിരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിൽ പോയിരുന്നു വർത്തമാനം പറയുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ പറയുന്ന മുഴുവൻ ദൂഷിപ്പാണ്, നല്ല കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് സൂചിക്കണം പറഞ്ഞാൽ കുഴപ്പമില്ല, പറയത്തുമില്ല. ഇതുങ്ങളുടെ വായിൽ സൂചിക്കണം എന്ന് പറഞ്ഞാൽ വരത്തില്ല, ദൂഷണം മാത്രമേ വരുള്ളൂ. പരദൂഷണം. അവിടെ നടന്നത് ഇവിടെ കിടന്ന് ആ അയൽവക്കത്ത് ഈ അയൽവക്കത്ത് അവിടെ നടന്ന് എല്ലാം ഇങ്ങനെ പറഞ്ഞ് രസിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ആത്മീയതയുടെ ലക്ഷണമല്ല, അത് ജഡീകന്മാരുടെ ലക്ഷണമാണ്, ജഡീകതയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ മടങ്ങി വരിക, സാറയെ പോലെ നിങ്ങളായി. ഹല്ലേലൂയ. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. അങ്ങനെ തന്നെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. ഞങ്ങളുടെ പഴയ ചർച്ചിലെ, രക്ഷിക്കപ്പെട്ട ചർച്ചിലെ ഒരു അച്ചായനും അമ്മാമ്മയും ഒരു ഭാര്യ ഭർത്താവും മക്കളും ഉണ്ടായിരുന്നു. ഈ സ്ത്രീ ബാബുച്ച എന്നൊരു വിളി കേട്ട് ഞാൻ ഓർക്കുന്നില്ല. ബാബു 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 എന്ന് വിളിക്കുന്നു. ബാബു ആ അച്ഛൻ ബാബുച്ച പാവം പിടിച്ചൊരു മനുഷ്യൻ, എന്നോട് വലിയ സ്നേഹമായിരുന്നു. പാവം പിടിച്ചൊരു മനുഷ്യൻ. ബാബു. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സാറ അബ്രഹാമിനെ യജമാനൻ എന്നൊന്നും വിളിക്കണ്ട, ചായോ എന്നൊരു വിളി. ഇതെന്താ അതിൻ്റെ കാരണം? അവർ നേടിയ വിദ്യാഭ്യാസവും അവർ സമ്പാദിച്ച ധനവും ഭർത്താവിനെ ബഹുമാനിക്കാനായിട്ട് അതിന് പറ്റുന്നില്ല. അതുകൊണ്ട് ആ പ്രവചന പുസ്തകത്തിൽ ഇരമ്യാവാണ് പറഞ്ഞത്, ധനവാൻ തൻ്റെ ധനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിലും പ്രശംസിക്കരുത്. നമുക്ക് പണമുണ്ടെങ്കിൽ പ്രശംസിക്കരുത്, ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, പണത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ബലമുണ്ടെങ്കിൽ ബലത്തിൽ പ്രശംസിക്കരുത്. നല്ല സ്റ്റീൽ ബോഡിയൊക്കെ കുറെ വർഷം കഴിയുമ്പോൾ പത്തല് പോലെ ആയിത്തീരും. ഞാൻ ഓർക്കുന്നുണ്ട്, അമേരിക്കയിലെ ഏറ്റവും വലിയ ഗുസ്തിക്കാരൻ റെസ്ലർ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് സങ്കടം വരും. അല്ലേ? ഈ എന്താ പറയാ, ഈ മസിലൊക്കെ പെരുപ്പിക്കാൻ വേണ്ടി ഈ മറ്റ് മരുന്നുകൾ ഉപയോഗിക്കുക, പൗഡറുകൾ ഉപയോഗിച്ച് വ്യായാമം ചെയ്ത ഒരു മനുഷ്യൻ കുനിഞ്ഞു നടക്കാൻ വയ്യ. എൻ്റെ ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചു. പെലെയെക്കുറിച്ച് ഞാൻ പത്രത്തിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പെലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ ആയിരുന്നു. പെലെ ബ്രസീലുകാരൻ. ലോകത്തിലെ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ മിന്നൽ പിണറുകൾ സൃഷ്ടിച്ച് ഓടിക്കൊണ്ടിരുന്നവർ, മിന്നൽ പോലെ ഓടുന്നവർ. ഇവിടെ കണ്ട അവിടെ കാണാം, അവിടെ കണ്ട ഇവിടെ കാണാം. ആ പെലെ പിച്ച വെച്ച് നടക്കുന്ന ചിത്രം ഞാൻ കണ്ടതാണ്. സഹോദരങ്ങളെ, നമ്മളാരും ഇതൊക്കെ മറന്നു പോകരുത്. പിച്ച വെച്ച് നടക്കുക.
എഴുന്നേൽക്കാൻ വയ്യാത്ത അല്ല, ഈ കുഞ്ഞുങ്ങൾ മലന്ന് വീണ് കമന്ന് വീണ് അതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കും. എഴുന്നേറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? പിച്ച വെച്ച് നടക്കും. അതിനെ അറിയില്ല, അത്രേ ഉള്ളൂ. അതുപോലെ ലോകത്തിലെ ഫുട്ബോൾ ഗ്രൗണ്ടുകളെ വിറപ്പിച്ച പെലെ പിച്ച വെച്ച് നടക്കുന്നത് കണ്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെ. നമുക്ക് പ്രായമാകുമ്പോൾ അത് തന്നെ ആവും. ഇപ്പം ഇച്ചിരി ആരോഗ്യമുള്ളതുകൊണ്ടല്ലേ എന്നെ അറിയുമെന്നൊക്കെ ചോദിക്കണം. എന്നോട് കളിക്കരുത്, എന്നെ അറിയുമോ? ഇതൊക്കെയല്ലേ ചോദിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരന്മാരെ, നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് ബഹുമാനം കൊടുക്കണം. നിങ്ങൾ നല്ലൊരു ദൈവഭയമുള്ള സ്ത്രീയായി തീരുമെങ്കിൽ നിങ്ങൾ ബഹുമാനം കൊടുത്തേ പറ്റൂ. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് മോശമുള്ള ആളായിരിക്കാം, മദ്യം കഴിക്കുന്നവനായിരിക്കാം, ഒരുപക്ഷെ അക്രമാസക്തമാകുന്നവനായിരിക്കാം. നീ ബഹുമാനം കൊടുക്കുക. നീ ദൈവഭയത്തോടെ നല്ല നടപ്പ് ആ ഭർത്താവിൻ്റെ മുൻപാകെ നീ കഴിക്കേ. നല്ല നടപ്പ് നീ ചെയ്യേ. നിന്റെ നടപ്പ് കണ്ട് ഒരു സുവിശേഷവും പറയാതെ, ഒരു വചനവും പറയാതെ നിന്നോട് ചേർന്ന് വരുമെന്ന പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചേക്കുന്നത് ഞാനത് 100% വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ തന്നെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായത്. രൂത്തിന്റെ പുസ്തകം ഒന്നെടുത്തേ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ വായിക്കും. രൂത്തിന്റെ പുസ്തകം എവിടെ കിടക്കണമെന്ന് അറിയാമോ? ന്യായാധിപന്മാർ രൂത്തിന്റെ പുസ്തകം പഴയ നിയമത്തിൽ ഏതോ ഒരു പുസ്തകം പറഞ്ഞപ്പോൾ, അല്ല പുതിയ നിയമത്തിൽ ഏതോ ഒരു പുസ്തകം പറഞ്ഞപ്പോൾ തങ്കുവിൻ്റെ ഒരു വിശ്വാസി ഒരു കൂട്ടായ്മയിൽ ഇരിപ്പുണ്ടായി. രൂത്തിന്റെ പുസ്തകം അല്ല, ഈ ഏതോ ഒരു പുതിയ നിയമത്തിലെ ലേഖന ഭാഗം പറഞ്ഞപ്പോൾ പുള്ളി ഉൽപ്പത്തി കിടന്ന് തപ്പുക. എന്തോ ലേഖനത്തിലെ പൗലൂസിന്റെ ഏതോ ഒരു ലേഖനത്തിലെ ഒരു വേദഭാഗം വായിക്കാൻ പറഞ്ഞ പുള്ളി ഉൽപ്പത്തിയിൽ കിടന്ന് തപ്പുക. അപ്പോൾ മനസ്സിലായി ഇത് തങ്കുവിൻ്റെ വിശ്വാസിയാണ്, തോമസ് കുട്ടിയുടെ വിശ്വാസിയാണ്, ഡാമിൻ്റെ വിശ്വാസിയാണ്. കാരണം ഇതുങ്ങളൊന്നും പുസ്തകം വായിക്കത്തില്ല. ഈ കള്ള സഹോദരന്മാർ പറയുന്നത് കേട്ട് തുള്ളിച്ചാടുക എന്നല്ല, ഇതുങ്ങളൊന്നും പുസ്തകം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. അതാണ് അവരുടെ ജീവിതത്തിലെ പരാജയം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തങ്കു പറയുന്നതും തോമസ് കുട്ടി പറയുന്നതൊക്കെ കേട്ടോ, പുസ്തകം വായിച്ച് പഠിക്കേ, വേദപുസ്തകം വായിച്ച് പഠിക്കേ, കർത്താവ് എന്തെന്ന് പറഞ്ഞത് വായിക്കേ, അപ്പോസ്തലന്മാർ എന്താ പറഞ്ഞിരിക്കുന്നത് വായിക്കേ, പ്രവാചകന്മാർ എന്താ പറഞ്ഞിരിക്കുന്നത് വായിക്കേ, സത്യവേദ പുസ്തകം വായിക്കേ. മൊബൈലിൽ കിടന്ന് മാന്തി കളിക്കുന്ന സമയം വേദപുസ്തകം വായിച്ചിരുന്നെങ്കിൽ നമ്മുടെ യൂത്ത്സ് എല്ലാം നല്ല ആത്മീയരായി തീർന്നതിനെന്ന് പോപ്പ് പറഞ്ഞത് ഞാൻ ഓർത്തുപോയി. സത്യവേദ പുസ്തകം വായിച്ചു പഠിക്കും സഹോദരങ്ങളെ. ഒരു ദിവസം 5-8 അധ്യായങ്ങൾ വായിച്ച് കാര്യങ്ങളെ ഗ്രഹിക്കേ. രൂത്തിന്റെ പുസ്തകത്തിലെ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 14-ാം വാക്യം. അതിലെ പട്ടണവാതിക്കലിരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞാനത് എൻ്റെ പശ്ചാത്തലമൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. രൂത്തിനെ ആദരിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ ഇവിടെ. സ്തോത്രം. ബോവസിന്റെ വീട്ടിൽ വന്ന രൂത്തിനെ മൂപ്പന്മാരും സകല പ്രിയപ്പെട്ടവരെല്ലാം കൂടിയിരുന്ന് ആ സ്ത്രീയെ ബഹുമാനത്തോടെ ആദരിക്കുന്നൊരു ഭാഗമാണ്. ഇന്നിപ്പോൾ നമ്മൾ ആദരിക്കുന്നുണ്ടല്ലോ. പാസ്റ്റർ 5 വർഷം സഭയിൽ ഇരുന്നിട്ട് പോകാൻ നേരത്തെ ആദരിക്കല് ചിലർ ഓടിച്ചു വിടുക ചെയ്യുന്നു. കാരണം അപ്പം നമുക്ക് മനസ്സിലായില്ല എൻ്റെ ഗുണം എന്താന്ന്. ഇവിടെ ആദരിക്കുക. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. റാഹേലും ലേയും ആരാ? യാക്കോബിൻ്റെ ഭാര്യമാർ. അവരാണ് എന്ത് ചെയ്തത്? ഇസ്രായേൽ ഗൃഹം പണിതത്. ഇന്ന് പൊളിച്ചു കളയുക, സഭ പൊളിക്കുക സഹോദരിമാര്. ഇല്ല, ഞാൻ തുറന്നു പറയാം, എനിക്ക് മടിയൊന്നുമില്ല. ആരാണെങ്കിലും എനിക്കതൊന്നും വിഷയമില്ല. 2-3 പേര് വന്ന് അവരെ പൊളിച്ചു കളയാനാണ് അവരിടപെടുന്നത്. അവര് പണിയാൻ അവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് പൗലൂസ് സ്ത്രീകൾക്ക് ശുശ്രൂഷ വിലക്കിയിരിക്കുന്നതെന്ന് ഞാൻ സ്പഷ്ടമായിട്ട് പറയാൻ കർത്താവ് ശരണപ്പെട്ടു. ഈ പറയുന്നതൊന്നും എല്ലാ സഹോദരിമാരെ കുറിച്ചല്ല കേട്ടോ. നന്നായി ജീവിക്കുന്ന സഹോദരിമാരും നന്നായി ഇടപെടുന്ന സഹോദരിമാരും ഒത്തിരി പേരുണ്ട്. ഒരു ശേഷിപ്പേ ഉള്ളൂ.
ഇന്ന് ആത്മീയ കോളത്തിൽ കാണുന്ന ബഹുഭൂരിപക്ഷവും ഈ ദുഷിച്ച അവസ്ഥയിൽ കിടക്കുകയാണെന്ന് ഞാൻ പറയുക. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാതെ വേറൊന്നും എനിക്കിവിടെ പറയാനില്ല. ഞാൻ അടുത്ത വേദഭാഗത്തിലേക്ക് വരികയാണ്. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ച് സ്ത്രീജലം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. ഭർത്താക്കന്മാരോടും പത്രോസിന് യാതൊരു മയവും ഇല്ല. അവർക്ക് ബഹുമാനമുണ്ട്. അങ്ങനെ ബഹുമാനം കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പരസ്പരം ബഹുമാനിക്കുക. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, പാസ്റ്റർ വിശ്വാസികളെ, വിശ്വാസികൾ പാസ്റ്ററിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക. തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കുക. ബഹുമാനിച്ചുകൊണ്ട് അവനെ തെറ്റ് തിരുത്തുക. പോയിന്റ്. റെസ്പെക്ട് ചെയ്തുകൊണ്ട് തിരുത്തുക. ഈ സൗദി അറേബ്യയിലെ കഴുത്ത് വെട്ടാനായിട്ട് കുറ്റവാളികളെ അരാച്ചരന്മാർ കഴുത്ത് വെട്ടാൻ വേണ്ടി പോയി കൊണ്ടുവരുമല്ലോ. അപ്പോൾ മുസ്ലിം ആയിരിക്കും ഒട്ടുമുക്കാലും വെട്ടുന്നത്, മലയാളികൾ കുർത്തകേട് കാണിക്കുന്ന കൂടുതൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവന് സലാം പറയുക, അസ്സലാമു അലൈക്കും, മുസ്ലിം ആകുന്ന നിനക്ക് സലാം പറഞ്ഞാണ് കഴുത്ത് വെട്ടാൻ കൊണ്ടുപോകുന്നത്. അല്ല പട്ടി പൂച്ചയെ കോഴിയൊന്നും വിളിച്ചോണ്ടൊന്നുമല്ല. നമ്മളിവിടുത്തെ പോലീസുകാർ അങ്ങനെയൊക്കെയല്ലേ പറയും, എല്ലാ പോലീസുകാരും അല്ലേ. ഒരു ഗുണമില്ലാത്ത പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. നല്ലവരായ പോലീസുകാർക്ക് പോലും ഒരു ചെറിയ ന്യൂനപക്ഷം മോശം പ്രവൃത്തി ചെയ്യുന്നവരാണ്. പ്രതികളോട് യോഗ്യമായി നിലവാരത്തിൽ ഇടപെടണമെന്ന് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, നിയമങ്ങൾ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ ഈ കള്ളുടിയന്മാരും ഈ തോന്നിയാസികളായിട്ടുള്ള ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു മര്യാദയില്ലാത്തത് ഇടപെടുന്നത് കൊണ്ട് നമ്മുടെ പോലീസൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞ് ചിത്രീകരിക്കുന്നത്. അതാണ് സ്വത്രം ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവൻ നാറുമാറാക്കും. ഒരുത്തൻ നിമിത്തം ഒരു പ്രസ്ഥാനം മുഴുവൻ ചീത്തയാകാനിടയായി. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ഓർത്താൽ നന്ന്. സ്വത്രം. അപ്പോൾ അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുക. ബഹുമാനം കൊടുക്കുക. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോട് നമുക്ക് ബഹുമാനമേ ഉള്ളൂ. അല്ല അപ്പം ഞാനെന്താ പറയാ, സ്വന്തം. പക്ഷെ ഒരു കാര്യം, അവനവൻ വിതയ്ക്കുന്നത് അവനവൻ. ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ബൈബിളിലെ ഒരു വാക്യങ്ങളിൽ ഒന്നാണ്, ഞാൻ വിതയ്ക്കുന്നത് ഞാൻ പോയി. ദൈവസഭ പൊളിക്കാൻ വേണ്ടി, ദൈവമക്കളെ പൊളിച്ചെടുക്കാൻ വേണ്ടി വിവിധ നിലയിൽ ഇടപെടുന്ന അനേകരുണ്ട്. ഞാൻ അവരെ ഓർത്ത് കരയുക. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അത് കൊയ്തെടുക്കുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നാം മുഖാന്തരം ഒരു ഇടർച്ച ആർക്കും ഉണ്ടാകരുത്. ഒരിടർച്ച ഉണ്ടായെങ്കിൽ അതിന് തക്കതായ ക്ഷമാപണം നടത്തി ക്രമീകരണം വരുത്തുക. എൻ്റെ സ്വഭാവത, ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഒരു മനുഷ്യനോടും പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇന്നലെ ഞാൻ പെരുമ്പാവൂരിൽ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു. സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢാന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിൽ വീഴാനിടയായിത്തീരും. നമ്മളൊന്ന് ഓർക്കുക. തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. ക്രമീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോകണം. നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അത് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല ഈ ലോകത്ത്. തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും വരാം. ക്രമീകരണം പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക, അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ ഭാഗം ഞാനങ്ങ് വിടുക. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. എന്ത് പദങ്ങളാണ് അപ്പോൾ ഈ പത്രോസ് പറയുന്നത്. തീർച്ചയ്ക്ക് സഹോദരന്മാരെ ഐക്യമത്യം മഹാബലം എന്ന് കേട്ടില്ലേ? സഹതാപം. ഒരു സഹോദരനോട് സഹതാപം തോന്നുക.
തെറ്റിപ്പോയൊരു സഹോദരൻ വന്ന് പറയാണ്, പാസ്റ്റേ, സഹോദര എന്നോട് ക്ഷമിക്കണേ, സഹോദരി എന്നോട് ക്ഷമിക്കണേ. ഒരു സഹോദരി വന്ന് നമ്മോട് പറയാ, പാസ്റ്റേ എന്നോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണം. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. അപ്പൊ ചോദിക്കും, ചിലരൊക്കെ വന്ന് ക്ഷമ ചോദിച്ചിട്ട് എന്താ ക്ഷമിക്കാത്തതെന്ന് ചോദിക്കും. ക്ഷമിച്ചു, പക്ഷേ മുമ്പോട്ട് ഒരുമിച്ച് പോകാൻ നിയോഗമില്ല. അവരിങ്ങനെയുള്ളവർ ഒഴിവാക്കും. അവർ സഭ പൊളിക്കുന്നവരും പ്രസ്ഥാനത്തിനെതിരെ ദോഷം വരുത്തുന്നവരുമാണ്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് അവർ കൊള്ളത്തില്ല. അങ്ങനെയുള്ളവരെ ഞാൻ ഒഴിവാക്കാറുണ്ട്. നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരെ കൂടെ ചേർക്കത്തില്ല. അല്ലാത്തവർ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ, തെറ്റുകുറ്റങ്ങൾ വന്നാൽ ക്രമീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോകണം. അങ്ങനെ പോയാലേ സ്വർഗരാജ്യത്തിൽ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങ് എത്തത്തില്ല. വഴി വെച്ച് നമ്മൾ പട്ടുപോകും. എല്ലാ സങ്കീർത്തനം പറഞ്ഞ വഴി വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുക. ചുംബിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവപുത്രന്റെ ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ജീവിക്കുക. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. പെരുമ്പാവൂർ മീറ്റിങ്ങിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് എന്നെയും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അനുഗ്രഹീതമായ കൂട്ടായ്മകൾ എന്നെ കൂടി ഒന്ന് തിരുത്താനിടയായി എന്ന് പറയുമ്പോൾ എനിക്കതിൽ വലിയ സന്തോഷം ഇരിക്കുന്നു. എന്നെ തന്നെ ഒന്ന് കാണുവാനിടയായി തീർന്നു. സ്തോത്രം. മറ്റുള്ളവർക്കും അത് വിനയപ്പെടുവാനും യഥാസ്ഥാനപ്പെടാനും ക്രമീകരണം പ്രാപിക്കാനും വലിയ അനുഗ്രഹമായി തീരുന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. 10-ാം വാക്യം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യും. ജീവനെ ആഗ്രഹിക്കുക. നിത്യജീവൻ, 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 നിത്യജീവൻ ആഗ്രഹിക്കുന്നവൻ, നിത്യജീവൻ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. അഥവാ ദോഷം പറഞ്ഞാൽ, വ്യാജം പറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രമീകരണം പ്രാപിച്ചോണം, മടങ്ങി വരണം. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവികളുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അപ്പൊ കർത്താവിൻ്റെ കണ്ണ് ആരുടെ മേലെ ഉള്ളത്? നീതിമാന്മാരുടെ മേൽ. നീതി കെട്ടവരുടെ മേലില്ല. സഹിഷ്ണുത, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഐക്യമത്യം, സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്, വിനയബുദ്ധി, അതായത് ആത്മാവിൻ്റെ ഫലം തന്നെ എടുക്കുക. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയം. ഈ ആത്മഫലങ്ങൾ ഇല്ലാത്തവര് ആത്മീകരല്ല. ആത്മാവുണ്ടെങ്കിലേ ആ ഫലം ഉണ്ടാവുള്ളൂ. അപ്പൊ ചോദിക്കാം, ആത്മഫലമുള്ളവർ എന്താ ഈ തെറ്റ് ചെയ്യുന്നത്? തെറ്റെല്ലാവർക്കും വരുമല്ലോ. യാക്കോബാണ് പറയുന്നത്, നാം പലരും പലതിലും തെറ്റിപ്പോകും. തെറ്റിപ്പോയി മടങ്ങി വന്നോണം. മടങ്ങി വന്ന് ക്ഷമായാചനം ചെയ്യണം. ക്ഷമാനം ചെയ്ത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണം. ഏതെങ്കിലും തെറ്റ് വന്നാൽ അപ്പോൾ ക്രമീകരണം പ്രാപിച്ചു പോവാം. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. ശരീരത്തിന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് തെറ്റ് വരുമ്പോൾ അതിനെ തിരുത്തി പോകുന്നതാണ് ആത്മീയത. അല്ലാതെ തെറ്റ് വന്നാൽ എനിക്ക് തെറ്റ് വരില്ലെന്ന് ചിന്തിക്കുന്നതല്ല ആത്മീയത. തെറ്റ് വരും, തിരുത്തുന്നവരാണ്. ഒരു കുഞ്ഞു കൊച്ച് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതെന്ത് ചെയ്യും? പറ. വീഴും. പിന്നെ എഴുന്നേറ്റ് നടക്കും, പിന്നെയും വീഴും. പിന്നെ എഴുന്നേറ്റ് നടക്കും, പിന്നെയും വീഴും. അപ്പൊ അമ്മ പറയാണ്, ഇനി നീ നടക്കണ്ട, മതി, നിർത്ത് എന്ന് പറഞ്ഞാൽ അത് ബോധമില്ലാത്തൊരു തള്ളയാണ്. അത് വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നത്. അതൊരു കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് മുട്ടി ഒന്ന് തട്ടി ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും മുട്ടി, എവിടെ മുട്ടി പോലെ, അയ്യോ ഇതാരും ചെയ്ത്, നമ്മളാരെങ്കിലും ചെയ്തേ പിന്നെ നമ്മുടെ പോയി കുതിര കയറുക. അവിടെ വീണും എഴുന്നേറ്റും തട്ടി മുട്ടിയൊക്കെയാണ് വളരുന്നത് കുഞ്ഞുങ്ങൾ. ഓടുമ്പോൾ വീഴും, ഓടല്ലേന്ന് പറഞ്ഞാൽ വീഴും. പല പ്രാവശ്യം പറഞ്ഞ് കേൾക്കില്ല. വീണ് കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലായി, ഇനി ഓടിയാൽ ഞാൻ വീഴുന്നത്. അവൻ സ്വയം തിരുത്തിക്കോളും. കുഞ്ഞുങ്ങളല്ലേ. അതുപോലെ പല കാര്യങ്ങൾ അങ്ങനെയാണ് ദൈവമക്കളെ നമ്മൾ ചെയ്യേണ്ടത്. സ്വതന്ത്രം. ജീവനെ ആഗ്രഹിച്ച് ശുഭകാലം കാണുമ്പോൾ ചെയ്യാൻ ഇച്ഛിക്കുന്നു. ദോഷം ചെയ്യാത്തിൻ്റെ നാവിനെ വ്യാജം അതിർത്തി അടക്കിക്കൊള്ളണം. അഥവാ എന്തെങ്കിലും ദോഷം, എന്തെങ്കിലും വ്യാജം പറഞ്ഞാൽ അവരെന്നത് വേദനയായെങ്കിൽ അപ്പ ക്രമീകരണം എത്തി.
ക്രമീകരണം വരുത്തുമ്പോൾ മറ്റേ പുള്ളി അത് ക്ഷമിക്കുന്നില്ലെങ്കിൽ ആ കുറ്റം ആ വ്യക്തി ദൈവത്തിൽ കുറ്റക്കാരനായി തീരും. അതാ ദൈവത്തിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് വചന പരിജ്ഞാനം വളരെ കുറവാണ്. ഞാൻ ഈ പത്രോസിന്റെ ലേഖനങ്ങൾ എത്രയോ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന്. ലേഖനങ്ങൾ തന്നെ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ വെളിപ്പാട് വരെ വായിച്ച് പിന്നെയും വായിച്ച് ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തെറ്റ് വരുമ്പോൾ തിരുത്താനുള്ളൊരു മനോഭാവം എനിക്കുണ്ട്. കാരണം വചന ഉള്ളിൽ കിടക്കുന്നുണ്ട്. വചന ഉള്ളിലില്ലെങ്കിൽ എൻ്റെ മസിൽ പിടിച്ചിരിക്കും. അതല്ല പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ തിരുത്തി പോകണം. അതാണ് ക്രിസ്ത്യ ജീവിതം. വീണ്ടും എഴുന്നേറ്റും പോകുന്നൊരു കുഞ്ഞാണ് നടക്കുന്നത്. അവനാണ് ഒരുപക്ഷെ നാളെ പെലെയായി മാറുന്നത്, ഓട്ടക്കാരനായി മാറുന്നത്. കാൾ ലൂയിസ്, ബെൻ ജോൺസൺ ഓട്ടക്കാരായി മാറുന്നത് ആരാ? ഈ നടന്നും വീണും അവരൊക്കെ അങ്ങനെയല്ലേ? ക്രിസ്ത്യ ജീവിതത്തിലെ ഉപദേശം സ്തോത്രം വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നു. ആരാ നീതിമാന്മാർ? നീതികേട് വന്നാൽ കണ്ട് മനസ്സിലാക്കി നീതി ചെയ്യുന്നവർ, വീണുപോയവർ തിരുത്തി പിന്നെ മുമ്പോട്ട് യാത്ര ചെയ്യുന്നവർ, അവരാണ് നീതിമാന്മാർ. അല്ല സ്വയം നീതിമാന്മാരെന്ന് പറയുന്നവരല്ല നീതിമാന്മാർ. സ്വയം നീതിമാന്മാരെന്ന് പറയുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും യഹൂദ പരീക്ഷകളെയും കർത്താവ് ശേഷിക്ക് വിമർശിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സ്വയനീതി. രണ്ടുപേർ പ്രാർത്ഥിപ്പാൻ പോയി. അല്ല, ഒരാൾ അങ്ങനെയുള്ള ആളാണ് പരീശൻ, ഒരാളാരാ? ചുങ്കക്കാരൻ. ഈ പരീക്ഷ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ദൈവമേ, ഞാൻ നേടുന്ന നിൽക്കുന്ന ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്നുണ്ട്. എന്തൊരു ദശാംശം ഞാൻ കൃത്യമായി കൊടുക്കുന്നു. ഒരു 5 പൈസ പോലും എനിക്ക് ബാക്കിയില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? കൃത്യമായിട്ട് ദശാംശം കൊടുക്കും. നല്ല കാര്യം, ഞാനതിനെതിരെ പറയുന്നില്ല. ആർക്ക് കൊടുക്കുന്നു എന്നൊക്കെയാണ് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പലവരും കൊണ്ട് കൊടുക്കുന്നതല്ല ദശാംശം ദൈവത്തിന് കൊടുക്കുന്ന, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്നതാ, ദൈവ വേലയ്ക്ക് കൊടുക്കുന്നതാ. പോട്ടെ, രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ജീരകം, തുളസി, ചതുകുപ്പ ഇതിലൊക്കെ ദശാംശം കൊടുക്കുന്നു, ഞാൻ 3 നേരം 2 ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, എങ്ങനെ എല്ലാം ചെയ്യുന്നു, പ്രാർത്ഥിച്ചു. അപ്പുറത്ത് ഒരുത്തൻ നിന്നുകൊണ്ട് പറയുക, കർത്താവേ, നിന്റെ സന്നിധിയിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞാൻ യോഗ്യനല്ല, എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് മനസ്സിലേക്ക് തോന്നണമേ. കർത്താവ് പറഞ്ഞത്, അവൻ നീതീകരിക്കപ്പെട്ടില്ല. തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിക്കുന്നവൻ നീതീകരിക്കപ്പെടുകയും സ്വയനീതീകരണം പ്രാപിച്ചവൻ ഒരു ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവനായി പോയെന്നാ കർത്താവ് പഠിപ്പിച്ചു. സ്തോത്രം. അപ്പോ അവർ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നു. സോളമൻ പാപം ചെയ്തിട്ട് മടങ്ങി വന്നില്ല, യഥാസ്ഥാനപ്പെട്ടില്ല. എന്നാൽ ദാവീദിന്റെ വീട്ടിൽ നാഥാൻ പ്രവാചകൻ ചെന്ന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയപ്പോൾ നിലത്ത് വീണ് കിടന്ന് കരഞ്ഞു. കരഞ്ഞ് യഥാസ്ഥാനപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ക്ഷമിച്ചു. എന്നിട്ട് അവനൊരു സാക്ഷ്യം കൂടി പറഞ്ഞു. എന്ത് സാക്ഷ്യം പറഞ്ഞു? ദാവീദിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നവനെ ദൈവം പറയുന്നു, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക പുസ്തകത്തിലൂടെ. എത്ര കൃത്യമായിട്ട് വ്യക്തമായിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കും. ആരായി ദുഷ്പ്രവൃത്തിക്കാര്? ശുദ്ധീകരണം പ്രാപിക്കാത്തവർ, ദൈവവചനം അനുസരിക്കാത്തവര്, വചനവ്യവസ്ഥ പ്രകാരം ജീവിക്കാത്തവര്, തെറ്റുകൾ വരാത്തവരല്ല ദുഷ്പ്രവൃത്തിക്കാർ. തെറ്റ് വന്ന് തിരുത്തുന്നവർ നീതിമാന്മാരും തെറ്റ് തിരുത്താൻ കഴിയാതെ സ്വയനീതി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ദുഷ്പ്രവൃത്തിക്കാരുമാണെന്നാണ് ഇവിടെ പത്രോസ് പഠിപ്പിച്ചത്. ഇതാരും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ.
അത് 13-ാം വാക്യം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നില്ല. നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നു. നന്മ ചെയ്തതിൽ ശുഷ്കാന്തിയുള്ളവരായി. ആർക്കൊക്കെ നന്മ ചെയ്യണം? വിശേഷാൽ എല്ലാവർക്കും നന്മ ചെയ്യുക. ജാതിയെന്നോ മതമെന്നോ ഭാഷയെന്നോ വർഗമെന്നോ കറുപ്പെന്നോ നിറമെന്നോ ഒന്നും നോക്കണ്ട. ഒരു സാധു മനുഷ്യൻ നമ്മുടെ മുൻപിൽ വന്ന് കൈ നീട്ടുകയാണ്. ഭക്ഷിക്കാൻ ആഹാരമില്ല, എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 50 രൂപ കൊടുത്തിട്ട്, ചേട്ടാ അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി കഴിച്ചു. എല്ലാവർക്കും ചെയ്യാം. മനസ്സിലായോ? ഈ നമ്മുടെ കൈ കെട്ടിയിരിക്കുന്ന പണമൊന്നും നമുക്ക് ഉള്ള കാലം മുഴുവൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലാക്കണോ? അത് ഒന്നുകിൽ ഡോക്ടർമാർ കൊണ്ടുപോയി തിന്നും, അല്ലെങ്കിൽ നമ്മുടെ സന്തതികളെ നശിപ്പിച്ച് കളയും. സ്വത്രം ഏതെങ്കിലും വിധേയ അത് അന്യാധീനപ്പെട്ടു പോകും. അതുകൊണ്ട് കയ്യിലുണ്ടെങ്കിൽ സന്തോഷത്തോടെ എല്ലാവർക്കും കൊടുക്കുന്നെങ്കിൽ നല്ല ഒരു അവസ്ഥയാണ്. എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, നമ്മൾ ഒരുത്തന്നെ ഒരു 50 രൂപ കൊടുത്താൽ അവൻ കൊണ്ട് കള്ളുകൂടി, അവരെന്തെങ്കിലും ചെയ്യട്ടെന്ന്. നമ്മൾ പറയുന്നത് എന്താ? നീ ഇത് ഭക്ഷണം കഴിക്കണം. ഞാനത് പറയാറുണ്ട്, ചേട്ടാ വെള്ളം കുടിക്കാൻ വേണ്ടി കാശ് ഉപയോഗിക്കരുത്, ആഹാരം മേടിച്ച് കഴിച്ചോണം കേട്ടോ. ഇല്ല സാർ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. ഇപ്പം അവൻ്റെ പുറകെ നമുക്ക് കിടക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. സ്വത്രം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവനാകുന്നെങ്കിൽ നിങ്ങൾക്ക് ദോഷം. ഞാൻ നന്മ ചെയ്താൽ എനിക്കെതിരെ ദോഷം ചെയ്യാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. മനസ്സിലായി? ഹല്ലേലൂയ. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് ആര്? ഒരു ദോഷം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ദോഷം നിരൂപിക്കാം, പക്ഷെ അത് നടക്കത്തില്ല. അവൻ ചെയ്യുന്ന ദോഷം അവന് തന്നെ തിരിച്ചടിയായി മാറും. നാം എങ്ങനെയായിരുന്നാൽ നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ. ഈ നന്മ എന്ന പദം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. സുവിശേഷത്തിൽ തങ്ങളോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നന്മ പരിശുദ്ധാത്മാ അതുകൂടി ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് ഞാൻ പറയുക. അപ്പം നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തികളാകുന്നെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാകും. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ നമുക്ക് ദോഷം ആർക്കും ചെയ്യാൻ പറ്റില്ല. അഥവാ ദോഷം ചെയ്താലും അവനത് ഇരട്ടി നാശമായിട്ട് ഭവിക്കും. നമ്മൾ കഴിവോളം നന്മ ചെയ്യുക. ഇനി നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. മനസ്സിലായോ? നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും എന്ത് ചെയ്യരുത്? തിന്മ ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്ത് ചെയ്യരുത്? നമ്മൾ തിന്മ ചെയ്യരുത്. ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത്, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണികളെ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ ദൈവനീതി ചെയ്ത് ദൈവത്തെ അനുസരിച്ച് പോകുമ്പോൾ നമുക്ക് കഷ്ടങ്ങളാണ് വരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് കിടക്കുക. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഭാഗ്യവാന്മാരാണ്. അവരുടെ ഭീഷണി തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കും. യേശു കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കണം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജോസഫേട്ടും ഞാനും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടർ വന്നു. ആരാ വന്നാന്നറിയാം? ഒരമ്മയും ഒരു മോനും. അവരൊരു വിഷയത്തിനോട് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അവിടെ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി. ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തി സുവിശേഷം പറഞ്ഞു. നല്ല പ്യുവർ സുവിശേഷം പറഞ്ഞു. ആദ്യം അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരത് കേട്ടിട്ട് അവർ പോയി പിന്നെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വിടുതലിന് വേണ്ടി നടക്കുന്നവരാണെന്ന് മനസ്സിലായി. ഏതെങ്കിലും കാലത്ത് അവർക്ക് ഹൃദയത്തിൽ ആ ചിന്ത വരുന്നെങ്കിൽ ഫോൺ നമ്പർ കിടപ്പുണ്ട്, അവർ മടങ്ങി വരട്ടെ.
സ്തോത്രം, 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 സ്തോത്രം. സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ആരെങ്കിലും നമ്മുടെ പ്രത്യാശയെക്കുറിച്ചോ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചോ നമ്മുടെ ആത്മീയതയെക്കുറിച്ചോ ചോദിച്ചാൽ ഭയഭക്തിയോടെ എന്ത് ചെയ്യണം? സൗമ്യതയോടെ ഭയഭക്തി കൊണ്ട് അവരോട് പ്രതിവാദം പറയാൻ നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇനി അടുത്ത് പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ വാക്യം